ഹലോ ഫ്രണ്ട്സ്, ഹായ്. പിന്നെ ഞങ്ങളിന്ന് പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഡാനിയായിട്ട് ഒന്ന് പുറത്ത് പോയി നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാത്രി ഒരു 9:30 ആയിട്ടുണ്ട് സമയമേ. അപ്പോൾ ഇപ്പോഴാണ് ആൾക്കാരൊന്നും കാണില്ല. എന്താണെന്ന് വെച്ചാൽ ഡാനി ഭയങ്കര ഒരു കുസൃതിക്കുട്ടനാണ്. അപ്പം ഭയങ്കരമായിട്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവനെ പുറത്ത് കൊണ്ടുപോവാണ്. അവനും അറിയാതെ, അതുകൊണ്ട് അവനെ ഒന്ന് നോക്കി എന്നിട്ടാണ് പോകുന്നത്. എപ്പോഴും പുറത്ത് പോകാനായിട്ട് വഴക്കുണ്ടാകും കേട്ടോ ആൾ. നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് എപ്പോഴും പുറത്ത് പോകണം. അല്ലെങ്കിൽ പിന്നെ അതാണ് എപ്പോഴും കിടന്ന് ഉറങ്ങുന്നത്, എല്ലാവരും കാണാറില്ലേ. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ മെയിൻ പരിപാടി ഉറക്കമാണ്. ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുക. അവനിങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വലിച്ചുകൊണ്ട് അവനാണ് പോകുന്നത്. ഉണ്ടോ, അങ്ങനെ ഓട്ടമാണ് ആശാൻ. പിന്നെ ആരെങ്കിലും കണ്ട് പെട്ടെന്ന് കുറയ്ക്കും. അതുകൊണ്ട് കുട്ടികൾ കൊച്ചു കുട്ടികളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കും. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നോക്കി സൂക്ഷിച്ചാണ് കൊണ്ടുപോകണം. പിന്നെ ഇവിടെല്ലാം കറങ്ങാൻ മെയിൻ ഉദ്ദേശം അവന് ഈ ഫില്ലറൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. കാറും ഫില്ലറും ഒക്കെ കാണുമ്പോൾ എന്താ അവൻ്റെ പരിപാടിയെന്ന്. പിന്നെ അവൻ്റെ ചേട്ടയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു ഓട്ട മത്സരത്തിനുള്ള പരിപാടിയാണ്. അവർ രണ്ടുപേരും ഒത്തിരി ഓടിപ്പോയി. ഞാൻ നോക്കട്ടെ കേട്ടോ. അവന്മാരെ ഇനി കണ്ടുപിടിക്കട്ടെ. ഓടി അങ്ങ് പോയി. ഡാനിക്ക് എപ്പോഴും പുറത്ത് പോകണമെന്നുള്ളത് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അവനെ എപ്പോഴും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ. പിന്നെ മാക്സിമം ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി കൊണ്ടുപോകാൻ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ ആവും അങ്ങനെ. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവന് വല്ലാത്തൊരു ഭയങ്കര സന്തോഷമാണ്, ഒത്തിരി ഇഷ്ടമാണ്. രണ്ടുപേരും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഡാനി കുറേ ഓടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ ക്ഷീണിക്കും, എവിടെയെങ്കിലും ഇരിക്കും. ഡാനിക്കുട്ടനെ അവിടെ കളിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സമയമായി ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടേ. അപ്പോഴത്തേക്ക് ഇപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ വലിയ പാടാണ്. അവൻ തിരിച്ച് വരത്തില്ല. മടുത്ത് ഇരിക്കുകയാണ് ആശാൻ. കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ പുറത്ത് പോകാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ എത്ര വന്നാലും വരില്ല. അവന് മടിയാണ് വരാനായിട്ട്. അവന് പുറത്ത് തന്നെ നിൽക്കണം. കയറ്റി കൊണ്ട് പോകാനായിട്ട് വലിയ പാടാണ് ആശാന്. ഡാനി ഈ സമയമായതുകൊണ്ട് ആരുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് അവൻ അവിടെ എല്ലാം നടക്കാൻ പറ്റി. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണ്. ഇവിടെ റിപ്പബ്ലിക് ഡേക്ക് അവിടെ എല്ലാം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയമൊക്കെ നിന്നു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കാണുമ്പോഴത്തേക്ക് അവൻ വരത്തില്ല കേട്ടോ. ഇനി വലിയ പാടാണ് കൊണ്ടുപോകാനായിട്ട് ആശാന്. അവൻ അവിടെ നിൽക്കും. ആ വഴി അവനറിയാവും. അപ്പോഴത്തേക്ക് അവൻ അതിലേ പോകത്തില്ല. മാറിപ്പോവും. ഇപ്പം വീട്ടിൽ കയറാൻ പോവായിരുന്നേ. പക്ഷെ അത് കണ്ടോ, അവൻ വരുന്നില്ല. അവന് അവിടെ തിരിച്ചു പോകണം, പുറത്തോട്ട് പോകണം. അതിന് വേണ്ടി നിൽക്കുകയാണ്. എത്ര വിളിച്ചിട്ടും വരുന്നില്ല. അതുകൊണ്ട് അവൻ വരത്തില്ല. ഇനിയപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് വലിച്ചാൽ അവന്
ആശനവിടെ പിടിച്ചിരിക്കുവാണ്. വരാൻ മടിയാ, അവന് പുറത്ത് തന്നെ നിൽക്കണം. ഇടയ്ക്ക് നമ്മളെയൊക്കെ വെട്ടിച്ച് ഓടിക്കളയും കേട്ടോ. പിന്നെ അങ്ങനെ ഡാനിയും കുട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ്.